ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും സ്വന്തമാക്കി ഒരു ഐഫോൺ 13 പ്രോ. വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇത് വാങ്ങിയതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നും പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു, ഒന്നും പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മളെ കട്ട സാംസങ് ഫാനായിട്ടുള്ള നമ്മളെ സവാദ്, നമ്മളെ ഫ്രണ്ട് എന്നോട് പറയടാ കൈലിൽ, നീ ഐഫോൺ പ്രോ വാങ്ങിയിട്ട് എന്താണ് റിവ്യൂ ഇടാത്തതെന്ന്. അവൻ മാത്രമല്ല, ഒരുപാട് പേര് ഇതിനകം തന്നെ അറിഞ്ഞു ഞാൻ ഐഫോൺ 13 പ്രോ വാങ്ങി ഇടാത്തതെന്ന്. ഞാൻ പറഞ്ഞു, ഐഫോണിനെ കുറിച്ച് റിവ്യൂ ഇടേണ്ട ഒരു സമയമല്ലത്. ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു ഫോൺ വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് റിവ്യൂ ഇടുമ്പം നമുക്ക് പലർക്കും പലതും പറയാനുണ്ടാവും. അവർക്ക് അവരുടെ ജീവിത സാഹചര്യവുമായിട്ട് കമ്പയർ ചെയ്യാനുണ്ടാവും. ഓക്കെ, പിന്നെ എന്നെ സമയത്തുള്ള ഞാൻ വല്ലാത്തൊരു ഐഫോൺ ഫാനൊന്നുമല്ല. എൻ്റെ കയ്യിൽ എപ്പോഴും 2 ഫോൺ ഉണ്ടാവും, ഒരു നോട്ട് സീരീസും ഒരു ഐഫോൺ സീരീസും. അതെപ്പോഴും ഉണ്ടാവും. പക്ഷേ ഐഫോൺ ഞാൻ എപ്പോഴും ഈ കോൾ ചെയ്യുക എന്ന പർപ്പസിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. കുറേ നാളായിട്ട് 2 ഫോൺ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നോട്ട് 10 പ്ലസ്, ഇതിൻ്റെ ബാക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇതിൽ ബാറ്ററിയൊക്കെ ലാസ്റ്റ് ചെയ്യുന്നതെന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പുതിയതൊരെണ്ണം അപ്ഡേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം അപ്പോഴാണ് ആമസോണിൽ നല്ല സെയിലിൽ 70,000 രൂപക്ക് EMI ആയിട്ട് 12 മാസത്തെ EMI ആയിട്ട് അടിച്ചാൽ മതി, അത് ഇൻട്രസ്റ്റും ഇല്ലാതെ നമുക്ക് നോട്ട് 20 അൾട്ര വാങ്ങാൻ തന്നെ വിചാരിച്ചു. തീർച്ചയായിട്ടും എനിക്ക് നോട്ട് സീരീസ് എപ്പോഴും വേണം, കാരണം ഇതിന് എഡിറ്റ് ചെയ്യാനും നമ്മൾ കൂടുതൽ കണ്ടൻസും മലയാളത്തിലായതുകൊണ്ട് തന്നെ മലയാള ഭാഷയിൽ എന്തും ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ആൻഡ്രോയിഡ് സീരീസ് തന്നെയാണല്ലോ. ഇങ്ങനെ ഐഫോൺ വാങ്ങണം എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോഴാണ് നമ്മൾ മോനൊക്കെ പുതിയൊരു ഐഫോൺ വേണമെന്നൊരാഗ്രഹമുണ്ട്. അവർക്കൊക്കെ കുട്ടികളല്ലേ, അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഓനൊന്ന് XS Max, ഞാനിപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന XS Max കൊടുത്തിട്ട് ഞാൻ ചെറിയൊരു ഫോൺ വാങ്ങാൻ വിചാരിച്ചു. ചെറിയ ഐഫോൺ 11, അത് ഓഫറുണ്ട്, വിലയും കുറവാണ്. അത് ഞാൻ ആമസോണിൽ വീണ്ടും EMI ആയിട്ട് ഞാൻ ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് തെറിയാഭിഷേകങ്ങളെയൊക്കെ മണിമുത്ത് രത്നങ്ങളാക്കി പരിവർത്തനം ചെയ്യാൻ വേണ്ടി എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ മെൻറ്ററായിട്ടുള്ള നമ്മുടെ ഇക്ട്രോ ഓതായി പറയുന്നത്, നിങ്ങൾ എന്തിനാ ഐഫോൺ അവിടെ നിന്ന് വാങ്ങിയത്? അതേ വില നമുക്ക് ഇതിലൊക്കെ വില കുറച്ച് തരുന്ന ഒരു ഫ്രണ്ട് നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റർ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയാൽ പോരെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ എന്നാൽ പിന്നെ ആമസോണിൽ നോക്കണ്ട, ഐഫോൺ 11 അവൻ്റെ അടുത്ത് എത്ര വില എന്നൊന്ന് ചോദിച്ചു കളയാമെന്ന് വിചാരിച്ചു. അവനങ്ങനെ പ്രത്യേകത ഉണ്ട്. എപ്പം കിട്ടുന്ന പുതിയ ഐഫോൺ പോലും നമ്മൾ മാർക്കറ്റ് വിലയേക്കാൾ എത്രയോ കുറച്ച് കൊടുക്കുന്ന ഒരാളാണ് അവന്. അങ്ങനെ അവനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. പരിചയപ്പെടുത്തിയപ്പോഴാണ് അറിയുന്നത് എൻ്റെ നാട്ടിലെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരാളാണ് എനിക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു, നല്ലൊരു കാര്യം, നിങ്ങൾ എന്തിനാ ഐഫോൺ 11 എടുക്കുന്നത്? അത് വെറും LCD സ്ക്രീനല്ലേ, അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടാവില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. എന്നൊരു കാര്യം ചെയ്തോളി, ഏതാണ്ട് കുറച്ച് വില കൂടിയെങ്കിലും ഐഫോൺ 13 മിനി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഞാൻ ഐഫോണിൻ്റെ ഒരു മൊബൈൽ ഫോൺ ഷൂട്ടിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ തരുന്നതിന് ശേഷം ഒരുപാട് ക്യാമറ പർപ്പസിലൊക്കെ ഫോണുകൾ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. പക്ഷേ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ ഒരു ഫോണും വാങ്ങില്ല കേട്ടോ. കാരണം അതിൽ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലല്ല, ഇതൊക്കെ നമ്മൾ പണ്ടേ വാങ്ങുന്ന സാധനമാണ്. പിന്നെ യൂട്യൂബ് ഉണ്ടാക്കുക എന്നുള്ളത് പോലും ഇതുപോലുള്ള സംഗതികളുള്ള എൻ്റെ ക്രേസിൽ നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ളൊരു കാര്യത്തിന് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ തന്നെ യൂട്യൂബ് എന്നെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അല്ലാണ്ട് യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ, പിന്നെ ഇപ്പം ഞാൻ ഇവിടെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ഇടാനുണ്ട്. ഓക്കെ, അതൊക്കെ വാങ്ങുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ ഇഷ്ടമായിട്ടുള്ള പഠിക്കുക എന്നുള്ള ഒരു ഇഷ്ടത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സംഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവർക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മെഡിക്കൽ വീഡിയോസൊക്കെ അങ്ങോട്ട് ഇന്ന അസുഖം അത് ഇത് ഇങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി അതിനിടയിൽ കൂടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചിത്രങ്ങളൊക്കെ വന്നു വീഴുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുകയാണെന്നറിയോ, ഐഫോൺ 13 മിനി വാങ്ങാമെന്ന് വിചാരിച്ചു. ഏതാണ്ട് ഒരു കുറി കിട്ടിയ ക്യാഷ് കയ്യിലുണ്ട്. ഇങ്ങനത്തെ സമയത്താണുള്ളതൊക്കെ ചിന്തിക്കുക. അപ്പോൾ എന്ത് ചെയ്ത് കുറി, പക്ഷേ കടയില്ലാന്നല്ല കേട്ടോ, കട ഇഷ്ടംപോലെ ഉണ്ട്. കുറി കിട്ടിയത് ബാങ്കിൽ കിട്ടി കഴിഞ്ഞാൽ അത് നെഗറ്റീവിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഗൗനിച്ചില്ല. എൻ്റെ ഒരു ആഗ്രഹമാണല്ലോ, അതിന് വേണ്ടിയാണ് അതിവിടെ മുൻഗണന കൊടുത്തത്. ചിലപ്പം ഇതിൻ്റെ പേരിൽ നാളെ ഇതിൻ്റെ പൈസ ഷോർട്ടേജിൻ്റെ പേരിൽ കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. കഷ്ടപ്പാടൊക്കെ ജീവിതത്തിലില്ലേ, പിന്നെ എന്ത് ജീവിതമല്ലേ? കുറച്ചൊക്കെ കഷ്ടപ്പാടുകൾ വേണം. നമ്മളിങ്ങനെ സുഖലോപകരായി ജീവിക്കുമ്പം കഷ്ടപ്പാടുകളില്ലെങ്കിൽ ജീവിതത്തിനൊരു സൗന്ദര്യം ഉണ്ടാകുമെന്നൊന്നും തോന്നുന്നില്ല അല്ലേ? അപ്പോൾ എന്തായാലും അങ്ങനെ എന്ത് ചെയ്ത് എനിക്ക് ഐഫോൺ മിനി എന്നറിയപ്പെടുന്ന ഫോണും കൊണ്ടുവരാൻ വേണ്ടി അവന് താമരശ്ശേരിയാണ് അവൻ്റെ വീട്. താമരശ്ശേരി തച്ചമ്പോയിൽ എന്ന് പറയും, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അവിടുന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അവന്
ഞാൻ വർക്ക് ചെയ്യുന്ന ഇടവണ്ണേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതായാലും കുഴപ്പമില്ല, നീ അതിൻ്റെ കൂടെ ഒരു 13 പ്രോയോട് എടുത്ത് വെച്ചോന്ന് പറഞ്ഞു. 13 പ്രോ പൊട്ടിക്കാത്ത ബോക്സാണ്. ഐഫോൺ 13 മിനി ഒരു 15 ദിവസം യൂസ് ചെയ്ത പീസാണ്. അങ്ങനെ വന്നു ഐഫോൺ മിനി കണ്ടോടുകൂടി എനിക്കിങ്ങോട്ട് കാണിച്ചു തന്ന റെഡ് കളർ. ഇത് പൊട്ടിച്ചിട്ടില്ലല്ലോ, അതെന്താണ് ഉള്ളിൽ നിന്ന് അറിയില്ലല്ലോ. ഐഫോൺ മിനി കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് അന്താളിച്ച് പോയി. അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ഫോണ്, അത് നല്ല ഷൈനിങ് റെഡിഷ് കളറിൽ. അയ്യോ, ഇതെന്നെ വാങ്ങാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. വളരെ രസമുള്ള ഫോണ്, പക്ഷേ ഒരു ഫീമെയിൽ ഫോൺ പോലെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഐഫോൺ ഞാൻ പറഞ്ഞല്ലോ നോട്ട് 20 അൾട്ര ഈ വരാൻ പോകുന്ന ആ ഫോണായിരിക്കും എൻ്റെ മെയിൻ ഫോൺ. കാരണം എഡിറ്റിംഗ് ഒക്കെ അതിലാണ് ചെയ്യുക, വായന അതിലാണ്, പാട്ട് കേൾക്കൽ അതിലാണ്, എല്ലാ കാര്യങ്ങളും അതിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്, ഇൻഫിനിറ്റ് പുസ്തകങ്ങൾ, ഒരുപാട് കോഴ്സുകൾ, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അതൊന്നും ഐഫോണിൽ നടക്കില്ലല്ലോ. ടോറൻറ്റ് ഫയലുകളൊന്നും ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. ഇപ്പം ഞാൻ ജാക്ക് ആൻഡ് ഫീൽഡിൻ്റെ ട്രെയിനിങ് ഡൗൺലോഡ് ചെയ്തു, മൊത്തം 85 GB ഫയലുണ്ട്. അതൊന്നും ഐഫോണിൽ നടക്കൂല, അതൊക്കെ ആൻഡ്രോയിഡിലേ നടക്കില്ല. അതുകൊണ്ട് അത് നിർബന്ധമാണ് എനിക്ക്. കാരണം ഒരുപക്ഷെ ഒരു ആൻഡ്രോയിഡ് ഫോൺ, അത് പെന്നില്ലാത്തൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് അതുപോലുള്ള കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്ക് നോട്ട് സീരീസ് വേണം, അതിൻ്റെ കൂടെ ആക്സസറി ആയിട്ടല്ല, അപ്പോൾ ചെറുത് മതിയല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ ഐഫോൺ 13 മിനി കണ്ടപ്പോൾ അന്താളിച്ച് ലക്കുല്ലകാനും ബോധം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കുള്ള സന്തോഷം നീങ്ങുകയാണ്. അത്രക്ക് ക്യൂട്ടെന്നാണ് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് കഴിഞ്ഞ് ഞാൻ നമ്മളിവിടുത്തെ വിജി മാഡത്തിനെ വിളിച്ച് പറയുകയും ചെയ്തു, മാഡം നല്ലൊരു ഫോൺ ഉണ്ട് കേട്ടോ, വേണേ വാങ്ങിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്കൊക്കെ അത് പെണ്ണുങ്ങൾക്കൊക്കെ വളരെ സ്യൂട്ടബിളാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ വെച്ച് എൻ്റെ വൈഫിന് ഇങ്ങനെ ഒരെണ്ണം ഗിഫ്റ്റ് ചെയ്താലെന്ന് വരെ ചിന്തിച്ച് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാ എന്തെങ്കിലും ഒന്ന് ഗിഫ്റ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ 13 പ്രോയും 13 മിനിയും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ 3 ക്യാമറ ഉണ്ടല്ലോ, ഇവിടെ 2 ക്യാമറയേ ഉള്ളൂ. ഓക്കെ, ഈ 3 എന്ന് പറഞ്ഞാൽ വൈഡ് ആംഗിൾ വ്യൂ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോവുകയാണെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്, ക്യാമറക്കാണെങ്കിൽ ക്യാഷ് കൊടുക്കണം, ഇതിനാണെങ്കിൽ കൊടുക്കുകയും വേണ്ട. പിന്നെ സുജിത് ഭക്തം വരെ ഇതിലാണ് ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ നമുക്ക് എന്താ ഇതിൽ ഷൂട്ട് ചെയ്താൽ കുഴപ്പം? പിന്നെ ഇതുപോലെ ഒന്നും അറിയപ്പെടുന്ന എല്ലാ വലിയ കൊലകൊമ്പന്മാരായിട്ടുള്ള ട്രാവൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഐഫോണിലാണ്, പിന്നെ നമ്മളെന്തിനാണ് മേടിച്ചിരിക്കുന്നത്? അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ ആയിക്കോട്ടെ, ഐഫോൺ 13 പ്രോ തന്നെ വാങ്ങാം. 13 പ്രോ ഒക്കെ കയ്യിലെത്തി. പിന്നെ അൺബോക്സിങ് വീഡിയോ ഒന്നും പറഞ്ഞ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത് ഐഫോണൊക്കെ കിട്ടി അപ്പം തന്നെ പൊട്ടിക്കുക എന്നല്ലാണ്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കാത്തിക്കാൻ പറ്റുമോ? ഏതായാലും ഞാൻ ഇതിനൊരു കുപ്പായൊക്കെ വണ്ടിയിപ്പിച്ചിട്ടുണ്ട്. കുപ്പായം ഇടാണ്ടൊന്നും നമുക്ക് ഐഫോണോ ഇനി ഒരു പുതിയ ലക്ഷറി ഫോണും നമുക്ക് ഈ കുപ്പായം കവർ ഇടാണ്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് വീണ് കഴിഞ്ഞാൽ ടപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന് എത്ര വലിയ സംഭവമാണെങ്കിലും വീണ് കഴിഞ്ഞാൽ പൊട്ടി പോവും, അല്ലെങ്കിൽ സ്ക്രാച്ച് വരും. പിന്നെ നമുക്ക് ആ ഒരു സന്തോഷം മൊത്തം അങ്ങോട്ട് ഇല്ലാതെ ഇപ്പോൾ. അതുകൊണ്ട് ഇത് തുറക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഈ കവർ വാങ്ങിയതിന് ശേഷമാണ് ഇട്ടത്. ഇതാ ഈ കവർ കൂടി ഊരിയൊക്കെയാണ്. അങ്ങനെ ഈ ഒരു സുന്ദര കുട്ടിനെ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോഴെനിക്ക് എന്താണ് ഇതിലെ ഗുണങ്ങൾ എന്നൊക്കെ ഞാൻ കുറച്ച് ആദ്യം മനസ്സിലാക്കിക്കുക. എനിക്കിതിലേറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയോ, സിനിമാറ്റിക് മോഡാണിതിൽ ഭയങ്കര ഇഷ്ടമായത്. അതിൻ്റെ ഒരു കോമാളി വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഇട്ടത് കേട്ടോ. ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ത് വീഡിയോ ആണ് ഞാൻ ഇട്ടതെന്ന്. അപ്പോൾ ഇതിൽ പലതരം ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒന്ന് ഇതിൻ്റെ ആയിട്ട് ഷേപ്പ് ഉണ്ടല്ലോ, എന്തോ ഒരു ഭംഗിയാണ് കാണാൻ. നല്ല കുട്ടപ്പൻ ഫോണ്, പുതിയ പണ്ടത്തെ ആ ഷേപ്പിൽ നിന്നൊക്കെ ഡിഫറെൻ്റാണ് ഇപ്പോൾ അത്. ആ കയ്യിലങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു എന്താ പറയുക, നമ്മൾ സ്വയം രാജാവായിട്ട് മാറിപ്പോവും, അത്രയ്ക്ക് രസമാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് സ്ക്രീനിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്, അപാര സ്മൂത്ത്നെസ്സാണ്. ഭയങ്കര ഒരു മൃദുല മേനികളിൽ ഇങ്ങനെ തലോടുന്നൊരു സുഖമാണ്. പിന്നെ ഈ ബാക്കിലെ ഈ ഒരു ഷേപ്പൊക്കെ കണ്ടിട്ട് ഈ കളർ ആ റെഡിൻ്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊക്കെ ഭയങ്കര സംഭവമാണ് ഇത് റെഡ് കളറൊക്കെ. അങ്ങനെ ഞാൻ ഉടൻ തന്നെ എന്താ ചെയ്തത്, ഇതിൻ്റെ ആ സിനിമാറ്റിക് ഷൂട്ടിങ്ങിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ കുറേ. ഞാൻ വേഗം തന്നെ അപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്, ഫോണൊക്കെ എടുത്ത് ഓടി ആ സിനിമാറ്റിക് മോഡിൽ 2 എണ്ണം കൂടി ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഞാൻ അന്താളിച്ച് പോയി. ഞാൻ വീട്ടിൽ കുട്ടികളൊക്കെ വിളിച്ചു തരുന്നത് ആ പപ്പ പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ട്. അവരെ വിചാരം ഞാൻ 11 കൊണ്ടാണ് വരിക എന്നാണ്. 13 പ്രോ എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പണ്ടൊക്കെ നമ്മൾ ചോക്ലേറ്റും മുട്ടായിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികൾ കാത്തിരിക്കുന്ന ആവേശത്തോടെ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് പപ്പയുടെ പുതിയ ഫോൺ കാണാൻ വേണ്ടി. അവരിങ്ങനെ കണ്ട് വളരെ സന്തോഷത്തോടെ അന്താളിച്ചിരിക്കുമ്പോൾ ഞാൻ തന്നെ കുട്ടികളുടെ പെട്ടെന്ന് പോയിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യുന്നറിയോ, സിനിമാറ്റിക് മോഡലൊരു ഷോട്ട് അങ്ങോട്ട് എടുത്തു. മാസ്റ്റർ പീസ്. എന്ത് രസമാണ്. നമ്മൾ വലിയ വലിയ DSLR ക്യാമറകൾ വലിയ ക്രെയിനിലൊക്കെ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്താൽ ഉണ്ടാവുന്ന അത്രയും ക്ലിയറിലല്ലേ കാണുന്നത്.
സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, അത്രയ്ക്ക് ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്താ ചെയ്യുക, ഇനി എന്തായാലും അടുത്ത ഷൂട്ടിങ്ങിൽ ഐഫോൺ 13 Pro തന്നെ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ നോക്കുമ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ റോഡിൻ്റെ മൈക്ക് തയ്ക്കാൻ സാധനം ഈ കുന്തം അവിടെ കുത്തിവെച്ചല്ലോ, ഇത് കണക്ട് ചെയ്യാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. ഞാൻ ആദ്യം തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കി. കാരണം എന്നെ സമയത്തുള്ള കണ്ടൻറ്റ് ക്രിയേഷനാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ വോയിസ് വളരെ നിർബന്ധമായിട്ട് വേണം. കാരണം എനിക്ക് മറ്റുള്ളവരുടെ ഇൻട്രാക്റ്റീവായിട്ടുള്ള കണ്ടൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും വോയിസിന് വേണ്ടി എനിക്ക് മൈക്ക് ഉപയോഗിക്കൽ നിർബന്ധമാണ്. ഞാൻ ഏതായാലും ഇതിൻ്റെ ഈ ചാർജ് പോർട്ടിൽ കണക്ട് ചെയ്ത് നോക്കി. കാരണം നമ്മൾ USB-C കേബിൾ വഴി ഡയറക്റ്റ് തന്നെ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ എന്നാൽ ഐഫോണിൻ്റെ ചാർജർ വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ട് USB-C വെച്ച് കത്തിയാക്കി, കിട്ടുന്നില്ല, മൈക്ക് കണക്റ്റ് ആകുന്നില്ല. ഇനി അത് മൈക്കിൻ്റെ കൂടെ ഉള്ള അഡാപ്റ്റർ വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കി, അതിലും കിട്ടിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് TRS to TRRS എന്തോന്നൊക്കെ ഒരു കൺവേർട്ടർ വേണം. ഏതായാലും ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഞാനിതിൽ എയർ റോളുകൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഓക്കെ, ബി റോളുകൾ ചിലപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, മിക്കവാറും ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തു. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത് ഫെൻറ്റാസ്റ്റിക് ഫോണാണ്. ഇത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷറി ലുക്കുണ്ട്, വളരെ അടിപൊളിയാണ്. ഇതിൻ്റെ ക്യാമറ സൂപ്പറാണ്. ഇതെടുത്ത് കഴിഞ്ഞിട്ട് വെറുതെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒരു പർപ്പസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഐഫോണൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിഷ്ടമല്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുമെന്നുള്ള ഒരു പർപ്പസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളൊരു രാജാവാക്കി മാറ്റാൻ നിങ്ങളുടെ ഈ ടെക്നോളജി ക്രേസി നിങ്ങളെ സഹായിക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്ക് നോട്ട് സീരീസുകളും ഐഫോണുകളൊക്കെ വാങ്ങുമ്പോൾ എൻ്റെ മൈൻഡിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വാങ്ങി ഗെയിമും, ചില കുട്ടിയൊക്കെ ഗെയിം കളിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അതൊരു ലക്ഷ്യമാണ്. പക്ഷേ അത് അവർക്ക് പിന്നീട് ഉപകരിക്കുന്നതായിരിക്കണം. വെറുതെ സമയം പാഴാക്കുന്ന ഒന്നിനു വേണ്ടിയിട്ട് ഇത്രയും ലക്ഷറി ഗാഡ്ജറ്റ്സുകൾ നമ്മൾ ഉപയോഗിക്കരുത്. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഐക്കൺ ഇവിടെ നിലനിർത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോണുകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ക്യാമറ സൂപ്പർ, ബാക്കി എല്ലാ കാര്യങ്ങളും സൂപ്പറാണ്. പിന്നെ ഞാൻ നോക്കി ഇതിൽ iMoviesൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. കുറേ കാലമായി ഞാൻ iMovies വെച്ചിട്ട് ഒരു കാര്യമൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ട്. പണ്ടൊക്കെ ഐഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറേ കാലം ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നീട് വന്ന ആ കാര്യങ്ങൾ എളുപ്പമാക്കിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അധികം ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ പുതിയ ഫോൺ കിട്ടിയപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ ഇതിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ധാരണ പണ്ടേ ഐഫോണിനെ കുറിച്ചുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ അതൊക്കെ എളുപ്പത്തിൽ തന്നെ സാധ്യമാക്കി. കാരണം ഈ ഒരു ഫോണിൽ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ വേഗം എന്ത് ചെയ്ത് ഈ നമ്മുടെ എക്സെൻഡർ വഴി എൻ്റെ ആൻഡ്രോയിഡ് നോട്ടിലേക്ക് തന്നെ അത് കൺവേർട്ട് അടുകയും നോട്ടിൽ നിന്നാണ് പിന്നെ അപ്ലോഡ് ചെയ്തത്. വാട്സപ്പ് അതിലായിരുന്നു ഉള്ളത്. അതുകൊണ്ട് ഓക്കെ, ഷൂട്ട് ചെയ്യാനൊക്കെ iMovie വെച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് ഇതൊന്നും പഴയ iMovie അല്ല, ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കുന്നു. ഐഫോണൊക്കെ പണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യന്മാർക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ട് ഇതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇതിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു സത്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇനി എനിക്ക് അറിയേണ്ടത് മലയാളം വോയിസ് ടൈപ്പിംഗ് ഉണ്ടോ, മലയാളം വോയിസ് ടൈപ്പിങ്ങിന് എത്രമാത്രം ഇതിലുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളി ഹാപ്പി ആയിരിക്കും ഈ ഐഫോണിനെ കുറിച്ച് എന്നുള്ളത് വളരെ സന്തോഷമാണ്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു അക്സസറി ഫോണായി വാങ്ങിയ ഫോണ് ഇന്നിതാ ഞാൻ മെയിൻ ഫോണായിട്ട് തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. നോട്ട് 20 അൾട്രയും എൻ്റെ മെയിൻ ഫോൺ തന്നെയാണ്. രണ്ടിനെയും ഞാൻ ഇത് കുറ്റപ്പെടുത്തുന്നില്ല. നമുക്കിവിടെ ഇന്ത്യയും പാകിസ്ഥാനും കളിച്ച് നടക്കാനൊന്നല്ല നമ്മുടെ ജീവിതം. നമ്മൾ ഐഫോണും സാംസങ് തമ്മിൽ അടികൂടി നടക്കാനൊന്നല്ല. രണ്ട് ഫോണും നല്ലതാണെങ്കിൽ രണ്ടും വേണം. ഇനി ഓപ്പോ, വിവ, മറ്റേ ഇതൊക്കെ ഇതിൻ്റെ ഫെസിലായി OnePlus 1 ഒക്കെ നല്ല ക്യാമറ ഉള്ള ഫോണാണെങ്കിൽ ഓക്കെ, അതും ഓക്കെയാണ്. നമുക്കിഷ്ടമുള്ളത് വെറും 3000 റുപ്യൻ്റെ 5000 റുപ്യൻ്റെ ഫോണുകൾ പോലെ ക്യാമറ ഫീച്ചേഴ്സ് ഉണ്ട്. അത് വാങ്ങുന്നതിൽ അതും എൻജോയ് ചെയ്യുക. ഒരു ഫോണ് സുപ്പീരിയർ ഇൻഫീരിയർ ഒന്നൊന്നുമില്ല. ഇതിനെ സുപ്പീരിയർ ആക്കുന്നത് ഇത് കൈ കിട്ടുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന സന്തോഷങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അവസാനം ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഇത് കൈ കിട്ടിയപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടായിട്ടോ. ഈ ഐഫോൺ മിനിയുടെ ആ കാഴ്ചകൾ എന്നെ വല്ലാണ്ട് അങ്ങനെ അത്ഭുതപ്പെടുത്തല്ലേ. ഐഫോൺ 13 മിനി കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ എനിക്കത് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നുകയാണേ, ഇത് വാങ്ങണ്ടായിരുന്നു, അതെന്നെ വാങ്ങിയാൽ മതിയായിരുന്നു അല്ലേ. അത്ര ക്യൂട്ടാണ്, ചെറിയ ഫോണും. പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ അത് വാങ്ങിയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കും എന്താണെന്നറിയോ, ഇത് വാങ്ങണ്ടായിരുന്നു, ഇത് വാങ്ങിയാൽ മതിയായിരുന്നു വിചാരിക്കും. അത് നമ്മളൊരു സ്വഭാവമാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഒരു പക്ഷേ അതിൽ 2 ക്യാമറ ഉണ്ടാവുള്ളൂ, ഇതിൽ വൈഡ് ആംഗിൾ ഇല്ല. ഇപ്പോൾ വൈഡ് ആംഗിളും അൾട്രാ വ്യൂവും ടെലിസ്കോപ്പിക് വ്യൂ ഒക്കെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എനിക്കൊരു ആവശ്യം തന്നെയാണ്. കാരണം ഞാൻ പലപ്പോഴും എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാറും അവിടുത്തെ അനുഭവങ്ങളെല്ലാം പകർത്താറുമുണ്ട്. അതിനൊക്കെ തീർച്ചയായിട്ടും വൈഡ് ആംഗിൾ ആവശ്യം വരും. അപ്പം തീർച്ചയായിട്ടും
ഇപ്പോൾ ഞാൻ ഇതുമായിട്ട് സാറ്റിസ്ഫൈഡ് ആവുകയാണ്. ഏതായാലും നോട്ട് മിനി അല്ല ഈ ഐഫോൺ 13 മിനി വാങ്ങാത്തതിൻ്റെ വിഷമം എനിക്കില്ല. ഇപ്പോൾ ഞാൻ ഇതുമായിട്ട് വളരെ ഫെമിലിയറായി. ഒരു ദിവസം ഞാനിത് ഉപയോഗിച്ചപ്പോൾക്ക് തന്നെ ഇതിനെ കൂടെ ചേർത്ത് കിടത്താനും ഇതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള അത്രയും പ്രണയം ഈ ഒരു ഫോണിനോട് എനിക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. എൻ്റെ മെഡിക്കൽ കണ്ടൻസിനും മറ്റ് എല്ലാത്തിനും ഒപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ഇതുപോലുള്ള ഗാഡ്ജറ്റ്സിനെ കുറിച്ചുള്ള അറിവും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. ഓക്കെ, ബൈ.